ഹലോ വ്യൂവേഴ്സ്, ഇന്ന് 20th March. അപ്പോൾ ഇന്നത്തെ പെർഫോമൻസ് വീഡിയോ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ASCCയുടെ സ്റ്റോക്ക് പെർഫോമൻസ് ആണ്. അപ്പോൾ നമ്മുടെ സോഫ്റ്റിൽ രാവിലെ വന്ന ആ ഒരു ട്രേഡിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇതിനകത്ത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ സ്ട്രാറ്റജി ചെയ്ത് യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. ഒരു ഫ്രീ ഡെമോ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. കോളർ വാട്സപ്പ് സെയിം നമ്പർ തന്നെയാണ്. അപ്പോൾ ASCC നമുക്ക് രാവിലെ സോഫ്റ്റ് ബൈ കാണിച്ചു തന്നിരിക്കുന്നത് 1369 ഡീറ്റെയിൽസ് മേഖല മെൻഷൻ ആവുന്നുണ്ട്. അതുപോലെ സിഗ്നൽ വരുമ്പോൾ നോട്ടിഫിക്കേഷൻ മെസ്സേജ് വരും, അലേർട്ട് വരും, സൗണ്ട് കേൾക്കാൻ പറ്റും. അതേ ഡീറ്റെയിൽസാണ് മേഖല മെൻഷൻ ആകുന്നത്. ഇപ്പോൾ മാർക്കറ്റ് നമുക്ക് 9:20 വന്ന ട്രേഡാണ്. ഇപ്പോൾ എന്ന് പറയുമ്പോഴത്തേക്ക് 2:45 ആകുന്ന ടാർഗറ്റൊക്കെ വന്നിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ റിവേഴ്സ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ രാവിലെ വന്ന ആ ബൈ ആണ്, ഇൻഡിക്കേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ബൈ വരുമ്പോൾ നമ്മൾ രണ്ട് കൺഫർമേഷൻ സോഫ്റ്റിൽ തന്നെയാണ് ഈ കൺഫർമേഷൻ വരുന്നത്. നമ്മൾ ചെക്ക് ചെയ്താൽ മാത്രം മതി. ആരോ വന്നിട്ടുണ്ട്. ആരോ വന്നു കഴിഞ്ഞാൽ ഇപ്പം ജസ്റ്റ് ഇവിടെ നോസോൺ ഡിക്റ്റഡ്. നോസോൺ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ മാർക്കറ്റ് റിവേഴ്സ് പോകണം. അപ്പോൾ സൈഡ് ഇൻഡിക്കേഷൻ ആണ്. നോസോൺ എന്ന് പറഞ്ഞാൽ സൈഡ് ഇൻഡിക്കേഷൻ ആണ്. നമുക്ക് ബൈസിക്കുള്ള ടൈമിൽ വരുന്ന സമയത്ത് ബൈസോൺ തന്നെ എഴുതി കാണിക്കാം. പ്രൈസിൻ ബൈസോണും ആയിരിക്കണം. അത് ആരോടെ താഴ്ത്തി ഒരു ബാറില്ലേ, ഓരോ ക്യാൻഡിൽ ഇങ്ങനെ ഓരോ ബാർ ഫോം ചെയ്തു. അപ്പോൾ സിഗ്നൽ വരുമ്പോൾ ആ ബാറ് ഗ്രീൻ തന്നെ ആയിരിക്കണം. താഴത്തെ ബാറില്ലേനും കുഴപ്പമില്ല. റെസിസ്റ്റൻസ് എടുത്തിട്ടാണ് ട്രേഡ് ആ ഒരു സിഗ്നൽ വന്ന റെഡ് സ്റ്റാർ ഇല്ല, അതാണ് റെസിസ്റ്റൻസ് ലെവൽ. അതിനെ ബ്രേക്ക് ചെയ്ത് വരുന്ന ട്രേഡുകൾക്ക് താഴത്തെ ബാർ നോക്കണമെന്നില്ല, പ്രൈസ് ഓൺ മാത്രം നോക്കി നമുക്ക് എൻട്രി കൊടുക്കാവുന്നതാണ്. അപ്പോൾ രാവിലത്തെ ട്രേഡിൽ ഓൾറെഡി നമുക്ക് പ്രോഫിറ്റ് വന്നിട്ടുണ്ട്, ടാർഗറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ചെറുതായിട്ട് മാർക്കറ്റ് ഇറങ്ങിയ ശേഷം പിന്നെയും റെസിസ്റ്റൻസ് എടുത്തിട്ട് കയറിയിട്ടുണ്ട്. അറ്റ് പ്രസൻറ്റ് മാർക്കറ്റ് ഡൗണിലോട്ട് പോകണം. താഴത്തെ നോസോൺ വന്നിരിക്കുന്നത്, നോസോൺ എന്ന് വെച്ചിട്ട് സൈഡ് ഇൻഡിക്കേഷൻ, അതൊരു പർട്ടിക്കുലർ ട്രെൻഡ് അപ്പ് ട്രെൻഡ് അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡ് കറക്റ്റായിട്ട് ട്രെൻഡ് സോഫ്റ്റ് അവിടെ ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല എന്നുള്ള കറക്റ്റായിട്ട് നമുക്ക് ഐഡൻറ്റിഫിക്കേഷൻ അവിടെ കാണിച്ചു തരും. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ കൂടി സിമ്പിളായിട്ട് പഠിച്ചെടുക്കാമെന്നൊരു സ്ട്രാറ്റജിയാണ്. നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. താങ്ക് യു.